ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പൂച്ചൻ്റെ ഒക്കെ വലിയ വീഡിയോ ഉണ്ടോ. അപ്പം നമുക്ക് ചെയ്താലോ? മിന്നുക്കെന്താ പറയാണ്ട് ഇങ്ങോട്ടൊക്കെ ഞങ്ങളെ മേലത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കത് ഗസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഗസ് ചെയ്യാം. നമ്മളിങ്ങനെ തൂങ്ങിക്കഴിഞ്ഞ അതിൻ്റെ ഷോർട്സിൻ്റെ വീഡിയോ അങ്ങ് കുറേ ഇട്ടിട്ടുണ്ടോ. അത് നിങ്ങൾക്ക് ജസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കാണിച്ചെടുത്ത സ്ലിയോ ഇതാട്ടോ മിന്നു പറഞ്ഞ സാധനം. ഇതിൻ്റെ പേരാണ് സർബത്തുങ്കായ്. കണ്ടോ? അപ്പോൾ എത്ര കുറേ എണ്ണ ഉണ്ട് കേട്ടോ. കുറേ കുഞ്ഞതുണ്ട് കേട്ടോ. ഞങ്ങൾ എടുത്തപ്പോൾ ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ വാവ് കണ്ടോ തൂങ്ങി നിൽക്കുമ്പോഴേ ഇങ്ങോട്ട് ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പ്. ഹലോ ഗായ്സ്, ഇത് ഞാൻ ഫുൾ വീഡിയോ ഉണ്ടത് കണ്ടോ. നല്ല ഭംഗില്ലേ. അപ്പം മോൾക്ക് കയറിയിട്ടാണ് കേട്ടിട്ട് ഉണ്ടോ. അവിടെ ടാങ്കൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ പൂച്ചക്കുട്ടിയെ കാണിച്ചു കൊടുക്കാം കേട്ടോ. പൂച്ച വരാൻ കുറച്ച് പാടാണ്. അപ്പം അസ്ലു പൂച്ചനെ അറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അറക്കല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരാ. ആ അപ്പം പൂച്ചക്കുട്ടൻ അവിടെ നിൽക്കുക കേട്ടോ. അപ്പം ബനെ അറക്കാനുള്ള പരിപാടി കേട്ടോ. അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കാനുള്ള. അപ്പം പിന്നെ വരില്ല, പ്ലാനുണ്ട് ഇയാളെ ഇല്ലെങ്കിൽ വരില്ല. അതിൻ്റെ തീറ്റ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ട് വാ വന്നിട്ടുണ്ട് കേട്ടോ. ഇയാളെ ഞാൻ നേരത്തെ പോലെ കാണിച്ചതാ. എടാ എനിക്ക് തീറ്റൊക്കെ നല്ലതാ. ഗായ്സ്, അപ്പം അസ്ലു കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ വേഗം ചാടും കേട്ടോ. അൽസ പേടിച്ചിട്ട് ചാടുകയാണ്. എനിക്ക് ഞാൻ ഈ പൂച്ചക്കുട്ടിനെ കാണിച്ചു തരാം. പൂച്ചക്കുട്ട പേടിച്ചിക്കണ് കേട്ടോ. പേശിക്കിന് കള്ളന്. അപ്പം കണ്ടോ പൂച്ചക്കുട്ടനും അസലുകുട്ടനും പെടണ്ട്. പേടി മാറിയോ? പഠിച്ചോനായോരെ ടക്കിടത് പെണ്ണാണോ ആണാണോ നിങ്ങൾക്കറിയാം. ഇത് പെണ്ണാണ് കേട്ടോ. ഉമ്മച്ചിയേ കളിക്കല്ലേ പാത്തുട്ടി. ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരട്ടോ. ഇതാണ് കുളവായ. ഇത് കണ്ടോ ഇങ്ങനെ പറിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി വെക്കട്ടെ. അപ്പോൾ ഒരു ചിലങ്ങനെ ശബ്ദം വരട്ടെ. ഇത് വന്നില്ല. അപ്പം നമുക്ക് ഞാൻ അടുത്തെടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഗൈസ് അസ്ലുമോൻ്റെ പ്രിയപ്പെട്ട പൂച്ചകളാട്ടോ. പൂച്ചകളെ നിങ്ങൾക്ക് ഞാനൊരു ലവ് ബേർഡ്സിനെ കാണിച്ചിട്ട് കേട്ടോ. കണ്ടോ, ഇതാണ് ഞങ്ങളെ വീട്ടിലെ ലവ് ബേർഡ്സ്. ലവ് ബേർഡ്സിൻ്റെ അടുത്ത് പോകും കേട്ടോ. ലവ് ബേർഡ്സ് എന്തൊക്കെയാണ് വിശേഷം? അപ്പൊ ഗായ്സ് ചാടിട്ടോ പൂച്ച പേടിച്ചിട്ട്. അപ്പൊ നമ്മളെ പ്രാവ് കണ്ടോ, പ്രാവ് കിട്ടി. അപ്പൊ പ്രാവിന് കൊടുക്കാനുള്ള ഒരു സാധനമായിട്ടത്. ഇത് എന്താ നിങ്ങൾക്ക് അറിയണ്ടാവില്ല, അരിയാണ് കേട്ടോ പൂച്ചക്ക് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് പൂച്ചക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ. പൈച്ചിട്ട് ഇപ്പൊ നിൽക്കിയക്കാരം. അപ്പോൾ അവന് കൊടുക്കണ ഞാൻ കാണിച്ചത്. പ്രാവുകളൊക്കെ കണ്ട ഗൈസ്, തെങ്ങുകളുണ്ട്. ഇനി നമുക്ക് പിന്നെ ഇതിനിങ്ങനെ കൈ വെച്ച് കാണിച്ചെടുത്തൊക്കെ അപ്പോഴൊരു മേജിക് ഇവർക്ക് കാണാമല്ലോ. ഇതിപ്പോ വരണ്ട കേട്ടോ. പണ്ട് കൈ വെച്ചെടുത്താൽ തന്നെ വരുന്നു. 2 എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഒന്ന് ബ്ലാക്ക്, പിന്നെ ഒന്ന് വെള്ള കേട്ടോ. വെള്ളയും ബ്ലാക്ക് ആയിട്ട് അങ്ങനത്തെ വ്യത്യാസമല്ല കുറച്ച്. കണ്ടോ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തന്നില്ല. കണ്ടോ, ഇത് എന്താണെന്നറിയില്ല, മുല്ലപ്പൂവിൻ്റെ കണ്ടോ.
ഇതെന്താന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. ഇതാണ് സപ്പോട്ട. ഇത് ഉണ്ടോ ഈ സപ്പോട്ടയും ഇതേമാതിരി ഇതൊക്കെ പിന്നെ ഉണ്ടോ ഇതന്നെ ഇട്ടക്കുള്ള വായ ആകെ ഇതായിട്ടുണ്ട്. ഇതിലില്ലേ ഞണ്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്തായെന്ന് അറിയില്ല. ഓ അപ്പം ഇതാണ് എന്തെന്ന് വെച്ചാൽ താമരൻ്റെ പിന്നെ ഇതാട്ടയല്ല. അങ്ങനെ എന്താണ് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ഇത് വേറെ സംഭവമാണ്. ഇതിൽ കൊളവാൻ്റെ വലുത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് കൊളവാൻ്റെ വലുത്. പ്ലാവൾ പേടിച്ചു കൊണ്ടാണ് ഇപ്പോൾ അപ്പം നമ്മളെ അടുത്ത് കൊണ്ടുതന്നെയാണ് എന്നെ പേടിച്ചിട്ടുണ്ട്. ഹായ്. അപ്പോൾ ഇപ്പം നമ്മളെ കുട്ടി അപ്പോൾ ഗായ്സ് നമുക്ക് ഒരു കാര്യമുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ അനിയന് പിന്നെ ഒരു പാട്ട് പാടും കേട്ടോ. ഓനിപ്പോ